ജമാദുൽ ആഖിർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം, അതായത് പുണ്യ റജബ് കടന്നു വരുന്നതിന് മുൻപുള്ള അവസാനത്തെ വെള്ളിയാഴ്ച, ഇന്ന് മഗ്‌രിബിന് മുൻപ് ഈ സൂറത്ത് നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിനി ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരും. എല്ലാ പൈശാചികതകളിൽ നിന്നും അല്ലാഹു മുക്തി തരും. ആ സൂറത്ത് ഏതാന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹു സുബ്ഹാന ഈ ഹംദിൻ്റെയും സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായ ജീവിതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ. ഒന്ന് ചൊല്ലിക്കേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകൾ കൊണ്ട് നിറയ്ക്കേണ്ട അതിവിശിഷ്ടമായൊരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ജമാദുൽ ആഖിർ അവസാനത്തെ വെള്ളിയാഴ്ച, അതായത് ഇനി വരുന്നത് ചിലപ്പോൾ നാളെ പിറ കണ്ടു കഴിഞ്ഞാൽ റജബ് മാസമാണ്. അപ്പോൾ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെയൊക്കെ സ്വീകരിക്കാൻ മാത്രം നമ്മൾ ഉറച്ച ബോധ്യത്തോടു കൂടെ നിൽക്കണ്ടേ? അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട്, ഉസ്താദേ മനസ്സ് പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഒരുപാട് തെറ്റ് ചെയ്തു പോകുന്നു, ഹറാമിലേക്ക് നോക്കിപ്പോകുന്നു, വല്ല വഴിയുണ്ടോ? അതുപോലെ തന്നെ തെറ്റ് ചെയ്തു പോയിട്ടൊന്ന് തൗബ ചെയ്യാൻ തോന്നുന്നില്ല, അത് വല്ലാത്ത അപകടം പിടിച്ച സിറ്റുവേഷനാണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നിരുന്നു, ഞാൻ എന്ത് ചെയ്യും? അതുപോലെ വേറെ ചില ആളുകളുണ്ട്, കടം ആകെ വല്ലാതെ ഇടങ്ങേറാക്കുന്നുണ്ട് ഉസ്താദെ, കടക്കണിയിൽ പെട്ടിട്ടുണ്ട്, ഒന്ന് രക്ഷപ്പെടണം. അതുപോലെ മക്കളില്ലാത്തവർ സാമ്പത്തികമായ പരാധീനതയിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചവരുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നതോടൊപ്പം ഇത് വെള്ളിയാഴ്ചയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസമാണെന്ന്, ദുആഇന് ഉത്തരമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. രാവും പകലും ഇന്ന് മഗ്‌രിബിന് മുൻപ് വരെയുള്ള ആ നിമിഷം വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ട സമയങ്ങളിലൊന്നാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആ വെള്ളിയാഴ്ചയിൽ തന്നെ അസുറിന് ശേഷമുള്ള സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടയ്ക്കാൻ പോലും അള്ളാഹു തിരഞ്ഞെടുത്ത സമയമാണ്. പിന്നെ വെള്ളിയാഴ്ച മുഴുവൻ പ്രത്യേകതയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്ന നിമിഷമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് മുൻപ് ചില സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ, ചില സൂറത്തുകൾ എന്ന് പറയുമ്പോൾ വലിയ സൂറത്തൊന്നുമല്ല, ചെറിയ സൂറത്ത്, നമുക്ക് കാണാപ്പാടറിയാവുന്ന സൂറത്ത്, ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് ഒരു കാര്യം കൂടെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരും. നിങ്ങളെ ദാരിദ്ര്യത്തിലാണെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ഉയർത്തിയെടുക്കും. ഏതൊക്കെയാണ് സൂറത്ത്? 5 സൂറത്ത്, കുഞ്ഞു സൂറത്തുകളാണ്. അതായത് ഖുൽ എന്ന് തുടങ്ങുന്ന 5 സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണ് ഒന്ന്. രണ്ടാമത്തേത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മൂന്നാമത്തേത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നാലാമത്തേത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അഞ്ചാമത്തേതോ സൂറത്തുൽ ജിന്നാണ്. ഖുൽ ഊഹിയ ഇലയ്യ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിന്നുണ്ടല്ലോ, ജിന്ന് സൂറത്ത് എല്ലാവർക്കും അറിയാം, ചെറിയ സൂറത്ത് തന്നെയാണ്, ഒരുപാട് ദൈർഘ്യമൊന്നും അതിനില്ല. ഈ 5 സൂറത്തുകൾ ഇന്ന് മഗ്‌രിബിന് മുൻപ് നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രത്യേകത തന്നെ ദുആ സ്വീകരിക്കും. ഇത് ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ നമ്മൾ എത്ര വലിയ സങ്കടങ്ങൾ അള്ളാഹു തീർത്തു തരും. ഒരുപാട് മക്കൾ പരീക്ഷ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ട്. ദാരിദ്ര്യമാണ്, എന്നെ ദാരിദ്ര്യം അലട്ടിക്കൊണ്ടിരിക്കുന്നു, സമാധാനമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്ത് സങ്കടമായിക്കോട്ടെ, അള്ളാഹു നിങ്ങളെ അങ്ങ് കൈപിടിക്കും, ദുആ സ്വീകരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഇത് കൃത്യമായി ചൊല്ലുന്നവർക്ക്, ഓതുന്നവർക്ക് ശിർക്ക് സംഭവിക്കില്ല. ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്തായാലും ശിർക്ക് ചെയ്യൂല, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചവനാണ്. അവനൊരിക്കലും ബിംബാരാധന നടത്തൂല. പക്ഷെ അവൻ്റെ കൽബിൽ ഒരുപാട് ശിർക്ക് വരും, അവന് ഞാനെന്ന ഭാവം ഉണ്ടാകും. അപ്പോൾ അവൻ അഹങ്കാരം എന്ന ശിർക്ക്, മനസ്സിൽ അള്ളാനെ കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് അതൊക്കെ. അസൂയ, മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്നിനോട് അള്ളാഹ് നമുക്ക് തരാത്ത മറ്റ് നിഅമത്തുകൾ കാണുമ്പോൾ അതിനോടൊരു ആഗ്രഹം,
അത് ആഗ്രഹമെന്ന ശിർക്കാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇത്തരം ചിന്താഗതികളെ ഇല്ലാതാക്കുന്ന സൂറത്തുകളാണ് അത്രയത്. മൂന്നാമത്തേത് ശൈത്വാൻ്റെ ഷർറിൽ നിന്ന് കാവലാണ്. മക്കൾക്ക് നമുക്കൊക്കെ പൈശാചിക ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ആ പൈശാചിക ബാധകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് ഇന്ന് തന്നെ ഓതിയാൽ അൽഹംദുലില്ലാ വലിയ കാവലാണ്. അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ദുഃഖം, എന്തൊക്കെ വിഷയത്തിൽ ദുഃഖമുണ്ട് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിസേറിയൻ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ അബോർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ സങ്കടം പറയുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ദുഃഖം മാറാൻ ഈ സൂറത്ത് ഇന്ന് തന്നെ ഓതിക്കു വന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ഇതായിരുന്നു. അതുപോലെ കടം കൊണ്ട് വലയുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാത്തവരുണ്ട്, വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഇന്ന് തന്നെ ഈ സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തു. അതുപോലെ തന്നെ സുബ്ഹാനക യാ റബ്ബ്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അത് വെള്ളിയാഴ്ച രാവും പകലും മാത്രമല്ല, എപ്പോഴും ഈ 5 സൂറത്തുകൾ ഓതി കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവിയാൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കൂല എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. 6ാമത്തെ പ്രത്യേകത, യാത്ര പോകാൻ നേരത്ത് ഈ സൂറത്തുകൾ ഓതിയിട്ട് നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ നിങ്ങൾക്കല്ലാഹ് അപകടത്തിൽ നിന്ന് കാവൽ തരും. അള്ളാഹു റബ്ബുൽ ആലമീൻ ചില ഖലാഅകൾ അങ്ങനെയാണ്. നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ? മുഅല്ലഖായ ഖലാ ഉണ്ട്, മുബറമായ ഖലാ ഉണ്ട്. മുബറമായ ഖലാ സംഭവിക്കുക തന്നെ ചെയ്യും. മുഅല്ലഖാണെങ്കിൽ ചില കാരണങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ, ഈ സൂറത്ത് ഓതുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ അപകടം നമ്മിൽ നിന്ന് തട്ടിക്കളയും. അതാണ് അസ്വദഖത്തു റദ്ദുൽ ബലാ. മറ്റൊരു ഹദീസിലെ സ്വതക്ക കൊണ്ട് അപകടങ്ങളെ തടയും. അങ്ങനെയുള്ള ചില കലാഹുകൾ അള്ളാഹ്ക്കുണ്ട്. അപ്പോൾ അള്ളാഹ് ഒരു കലാഹ്, അവൻ്റെ കലാഹിൽ നമുക്കൊരു അപകടം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു ആ അപകടത്തെ അങ്ങ് തട്ടിക്കളയും. മനസ്സിലായോ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. ഈ സൂറത്ത് 5 ഇങ്ങനെ പതിവാക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നല്ലേ, മനസ്സറിഞ്ഞ് അള്ളാഹിനോട് കൈ ഉയർത്ത്, പടച്ചോനെ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ, മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ തരല്ലേ അല്ലാ. എന്തോ ആളുകൾ അങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 8ാമത്തെ പ്രത്യേകത, രോഗം. എത്ര വലിയ രോഗത്തിൽ നിന്നും കാവലാണ്. ഇതിങ്ങനെ ഓതിയിട്ട് വെള്ളത്തിൽ മന്ദിരിച്ചിട്ട് കുടിക്കുക. ഒരു 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് നോക്കി. ഇന്നിപ്പം അങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കോ, അള്ളാഹു വലിയ കാവൽ തരും. അങ്ങനെ രോഗത്തിൽ നിന്ന് രക്ഷ നേടി എത്രയോ മനുഷ്യന്മാരുണ്ട്. ഞാൻ സാധാരണ എന്നോട് ഇത്തരം പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ സൂറത്തുകൾ ഞാൻ ഓതാൻ കൊടുക്കാറുണ്ട്. വെള്ളത്തിൽ മന്ദിരിച്ച് കുടിക്കാൻ പറയാറുണ്ട്. അങ്ങനെ രോഗത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. നമുക്കിത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 9ാമത്തേത്, മാനസിക ബുദ്ധിമുട്ടുകൾ, ടെൻഷനാണ്, ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്. ഇതിൽ നിന്നൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് കാവൽ തരും. ഇതൊന്ന് പതിവാക്കി നോക്കണേ. 10ാമത്തേത്, കച്ചവടത്തിൽ ബറക്കത്താ. നമ്മുടെ കച്ചവടം ആകെ ബറക്കത്തില്ലായ്മ കൊണ്ട് എട്ടങ്ങേറായിരിക്കാണ് ഉസ്താദെ, ഒന്ന് ദ്വാരക്കളെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ കച്ചവടത്തിൽ ബറക്കത്ത് തരും. ഇത് ഇന്ന് തന്നെ ഒന്ന് പതിവാക്കി നോക്കിക്കേ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സൂറത്തുകൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, സുലുസുൽ ഖുർആനാണ്. ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ 3/1 ഓതിയതിൻ്റെ പ്രതിഫലം പരിശുദ്ധ ഖുർആൻ ഇല്ലേ? അപ്പോൾ 3 ഓതിയാൽ ഖുർആൻ ഖത്തം തീർത്തതിൻ്റെ കൂലി. അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ റുബുഉൽ ഖുർആനാണ്, ഖുർആനിൻ്റെ 4/1. ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ 4 ഭാഗം ഓതിയതിൻ്റെ കൂലിയാണ്. അപ്പോൾ 4 തവണ ഓതിയാലോ ഖുർആൻ ഖത്തം തീർത്തതിൻ്റെ കൂലിയാണ്. പിന്നെ സൂറത്തുൽ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയാണ്, പൈശാചികതകളിൽ നിന്ന് രക്ഷയാണ്. ഈ ലോകത്ത് എത്രയോ ജിന്നുകളെ പടക്കപ്പെട്ടിട്ടുണ്ടോ അത്രയധികം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പോലും മഹാരഥന്മാർ പഠിപ്പിച്ചതായി കാണാം. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദിന് ശേഷമുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസും, അത് എല്ലാവിധ ഷർറിൽ നിന്നും, സിഹർ, കണ്ണേറിൽ നിന്ന് പോലും കാവലാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഊതിയിട്ട് നമ്മുടെ ദുആക്ക് സ്വീകരിക്കാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യണം. പ്രത്യേകിച്ച് റജബ് മാസമാണ് കടന്നു വരുന്നത്. ഇത് റജബിന് മുമ്പുള്ള അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഞാൻ എപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഉണർത്തുന്നത് പോലെ ഒരു സ്വതക്ക. കാരണം നമ്മൾ മരിക്കാൻ നേരത്ത് അള്ളാഹു റൂഹ് പിടിക്കുമ്പോൾ മനുഷ്യന്മാർ തെറ്റ് ചെയ്തവർ പറയുന്നുണ്ട്, പടച്ചോനെ എനിക്ക് നിസ്കരിക്കാൻ സമയം തരണേ, എനിക്ക് തൗബ ചെയ്യാൻ സമയം തരണേ എന്നൊന്നുമല്ല. പടച്ചോനെ എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് ദാനം ചെയ്യാനുള്ള ഒരു സെക്കൻഡ് തരണേ പടച്ചോനെ. ഇല്ല, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇല്ല, ഞാൻ നിനക്ക് എൻ്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്തേക്കല്ല, എല്ലാം തന്നോളല്ല. ഇതുവരെ 5 പൈസ ദീനിന് കൊടുക്കാത്ത മനുഷ്യൻ മരണവെപ്രാളത്തിൽ കടന്ന് പറയണെന്താ, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ മക്കൾക്ക് കൊടുത്തോളാം എന്നല്ല, നിനക്ക് തന്നോളാം, ഒരു നിമിഷം നീ എനിക്ക് തിരിച്ചു തരണേ അല്ല, ഞാൻ തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. സമയം കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു 313 രൂപ, 1000, 2000 ഒക്കെ ചെയ്യാൻ കഴിയുന്നവരുണ്ട്. അൽഹംദുലില്ലാ ചെയ്യുക. കാരണം വെള്ളിയാഴ്ച ദിവസമാണ്.
രഹസ്യമായി ചെയ്യൽ ഏറെ ശ്രേഷ്ഠതയുള്ള നിമിഷങ്ങളാണ്. അള്ളാഹു നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന ബോധ്യത്തിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുക. അൽഹംദുലില്ലാ. കാരണം എന്താ, ഇതിൽ നിന്ന്, ഈ റിലീഫ് പദ്ധതിയിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവരുണ്ട്, ഇല്ലേ? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹദിയ ചെയ്യുന്നത്. അതങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു അൽഹംദുലില്ലാ, ഒരു സന്തോഷം, അത് റബ്ബുൽ ആലമീനായ തമ്പുരാനെ സന്തോഷിപ്പിക്കുമല്ലോ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണെന്ന ഉറച്ച ബോധ്യത്തിൽ, ഞാനും എൻ്റെ റബ്ബും അറിയാനുള്ള ഏറ്റവും മനോഹരമായ കാര്യമാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് പ്രത്യേകം ചൊല്ലേണ്ട ബൈത്താണ്, നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي وإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي وإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي وإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي وإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي وإنك غافر الذنب العظيم. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. പടച്ചോനെ, സ്വർഗത്തിനൊന്നും ഞാൻ അർഹനല്ല അല്ലാഹ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി. എന്ന നരകത്തിൽ പോയി കിടക്കാനോ അതിനെനിക്ക് പറ്റൂല അല്ലാഹ്, താങ്ങൂല റബ്ബേ. നീ അങ്ങേയറ്റം കാരുണ്യവാനാണല്ലോ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണല്ലാഹ് എന്നൊക്കെ ആശയം വരുന്ന മനോഹരമായ ബൈത്താണ്. വെള്ളിയാഴ്ച ദിവസം മനസ്സറിഞ്ഞ് 5 തവണ ചൊല്ലണം എന്നാണ്. ഇപ്പം നമ്മൾ ചൊല്ലിയത് മാത്രം നോക്കണ്ട, നിങ്ങളും ഒറ്റയ്ക്കിരുന്ന് ഒരു 5 തവണ മനസ്സറിഞ്ഞ് ചൊല്ലുക. ഈമാനോടെ അല്ലാതെ മരിക്കില്ല എന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ആ സൂറത്തുകൾ ഓതാനും സ്വതക്ക ചെയ്യാനും ഹദിയ ചെയ്യാനും ഒക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സുലൈഹ ബീവി കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി വിളിക്കുകയാണ്, വാ സുലൈഹു. അപ്പോൾ സുലൈഹ ബീവി പറഞ്ഞെന്താണ്? സലീഹ അല്ലേ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? എനിക്ക് മറ്റൊരുത്തൻ ഇഷ്ടമാണ്. ആരെയാണത് എന്നായിരുന്നു ചോദ്യം. എനിക്കെൻ്റെ റബ്ബിനെ ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഒരുപാട് നിങ്ങളുടെ പിന്നാലെ നടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ പ്രണയിക്കേണ്ടത് എൻ്റെ റബ്ബിനെയാണെന്ന്. എൻ്റെ റബ്ബിനെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പം യൂസുഫ് നബി പറഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം. ആ റബ്ബ് പറഞ്ഞിട്ട് തന്നെയാണ് മോനെ നിന്നെ വിളിക്കണത്. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് റബ്ബിൻ്റെ കൽപ്പനയാണ്. അവരിൽ പ്രവാചകന്മാരുണ്ടാകും എന്നുള്ളതും റബ്ബിൻ്റെ കൽപ്പനയാണ്. റബ്ബിൻ്റെ കൽപ്പനയായിരുന്നു, എന്നാൽ ഞാൻ വരുന്നു. കണ്ടോ, എല്ലാം റബ്ബിന് വേണ്ടി. അങ്ങനെ ജീവിച്ചു നോക്കി എന്ത് രസമാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണയല്ല, അവിടുത്തെ തിരുനോട്ടം നൽകണയല്ല. ഇന്ന് ഈ സൂറത്തുകൾ ഓതാനും പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. അതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണയല്ല, സമാധാനം തരണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, മക്കളെ തരണയല്ല, ഉള്ളവരെ സ്വാലിഹീങ്ങളാക്കണയല്ല, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല. ആ നെയ്യത്തിൽ തന്നെ ഹദിയ ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ നീ വഴികേടിലാക്കല്ലല്ല, നീ കാവലേകണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല, അബോഷനിൽ നിന്ന് നീ കാക്കണയല്ല. യാ റബ്ബന കടക്കണിയിൽ പെടുത്തല്ലയല്ല, കടങ്ങളിൽ നിന്ന് കാവലേകണയല്ല. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് എല്ലാ സൽകൃത്യങ്ങളും നീ സ്വീകരിക്കണയല്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗം ചോദിക്കാൻ ഒരർഹതയുമില്ല അല്ലാ. എന്ന നരകത്തിൽ കിടക്കാൻ പടച്ചോനെ ഞങ്ങളെ കൊണ്ട് പറ്റുകയുമില്ല അല്ലാ. നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് റബ്ബേ പ്രതീക്ഷയുള്ളത്. ആ കാരുണ്യം തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലയല്ല. നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. പരിശുദ്ധ പുണ്യഭൂമിയിൽ വന്നണയാതെ ഞങ്ങളെ റൂഹ പിടിക്കല്ലയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.